ചാണ്ടി ഉമ്മൻ എന്താണ് ഒരു കുറവ്? അപ്പോൾ സ്മാർട്ട് കൈ എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. യങ് ചാം സാർട്ട് കൈ. പക്ഷേ KPCCയുടെ ഭാരവാഹിയാകാൻ അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ ആൾ. അതിനേക്കാൾ സങ്കടവും ഖേദകരവും വിഷമവും ഉള്ളതാണ് ഷമാ മുഹമ്മദ്. ഡോക്ടർ ഷമാ മുഹമ്മദാണ്. അവർ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ വലിയ ഒരു മുഖമായി വരേണ്ടതാണ്. ഈ ഗ്രൂപ്പ് മാനേജർമാർ അത് മറന്നുപോയി എന്നുള്ളതാണ് നല്ല രസകരമായ കാര്യം. ആരുടെയെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നുള്ള ഒത്താശയില്ലാതെ അല്ലെങ്കിൽ വയ്ക്കണമെന്ന് പറയാതെ ഒരാളിനും കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ലയോ? ഷമാ മുഹമ്മദിനൊരു ചോദ്യമുണ്ട്. കഴിവ് മാനദണ്ഡമാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കഴിവ് മാനദണ്ഡമല്ലേ എന്നൊരു ചോദ്യം കൂടെ അതിൻ്റെ ഉപചോദ്യമായിട്ട് വരും, അടുത്ത ചോദ്യമായിട്ട് വരും. കഴിവുള്ള ആളുകളെ എടുക്കണ്ടേ? 2-3 പ്രശ്നങ്ങളിൽ ഷമാ മുഹമ്മദിനെ എടുക്കണമായിരുന്നു. ഒന്ന്, അവർ വനിതയാണ്, വനിതകളുടെ എണ്ണം കുറവാണ്. 2, അവർ PhD എടുത്തവരാണ്, ഡോക്ടർ ഷമാ മുഹമ്മദാണ്. 3, അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാണ്. 4, അവർ കണ്ണൂരിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ നോക്കിയാലും ഷമാ മുഹമ്മദിനെ പിന്നെ ചാനലുകളുടെ ചാവേറാണ് അവർ. എതിരാളികളെയൊക്കെ അവർ കോൺഗ്രസിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ സോണിയാഗാന്ധിയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പുള്ളിക്കാരി വല്ലാത്ത വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന വളരെ കോൺഗ്രസിൻ്റെ വക്താവായി നിൽക്കുന്ന, അതും ഇനി കോൺഗ്രസ് കൊടുത്തതല്ലേ എന്ന് ചോദിക്കും, തീർച്ചയായിട്ടുമാണ്. പക്ഷേ ആ കിട്ടിയ ജോലി ഭംഗിയായി ചെയ്യുന്ന ഷമാ മുഹമ്മദിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയാവുന്ന സമയത്തും അവരെ പരിഗണിച്ചില്ല, അവർക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇതിലും അവരെ പരിഗണിക്കുന്നില്ല. എന്താണ് ശരിക്കും കോൺഗ്രസിനകത്ത് സംഭവിക്കുന്നത്? അവർക്ക് സ്പോൺസർ ഇല്ലാത്തതാണോ അവരുടെ പ്രശ്നം? ഒരു സ്ത്രീ എനിക്ക് സ്പോൺസർ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ അതിന് അർത്ഥങ്ങൾ ഒരുപാട് മാറും, വല്ലാത്ത അർത്ഥം വരും. പുരുഷൻ ചോദിക്കും പോലല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഷമാ മുഹമ്മദിനെ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അഭിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാതിരുന്നത് ക്രിസ്ത്യാനി പോയത് കൊണ്ടാണോ എന്ന് കൽപ്പറ്റ നാരായണൻ ചോദിക്കുമ്പോൾ, കൽപ്പറ്റ നാരായണൻ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്നൊരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും, ഞാൻ നിഷ്പക്ഷാണെന്ന് പറയുമ്പോഴും കോൺഗ്രസിനോടാണ് കൂടുതൽ ആഭിമുഖ്യമുള്ളത് കൽപ്പറ്റ നാരായണന്. പക്ഷേ അദ്ദേഹം കൃത്യമായി ഇതിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തണം. എന്തായാലും ഇത് ജംബോ പാർട്ടി ആയതുകൊണ്ട് ജംബോ കമ്മിറ്റി തന്നെ ഞങ്ങൾ എടുക്കേണ്ടി വരും എന്ന് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ വെച്ച് ആ വാദം നമുക്ക് അവസാനിപ്പിക്കാം. ജംബോ പാർട്ടി ആണെങ്കിൽ പിന്നെ ജംബോ കമ്മിറ്റി തന്നെ വേണമല്ലോ. അത്രയും വലിയ പാർട്ടി ആണെങ്കിൽ പിന്നെ അത്രയും വലിയ കമ്മിറ്റി തന്നെ വേണം. പക്ഷേ ഇതിനേക്കാൾ വലിയ പാർട്ടികളിൽ ഇത്രയും ആളുകളില്ല എന്നുള്ളതും സണ്ണി ജോസഫ് ജി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആയിക്കോട്ടെ, ആളുകളെ വയ്ക്കുന്നത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ട് ജാതിയും മതവും വർഗവും ഗ്രൂപ്പും എല്ലാം അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ജില്ലകൾ അക്കോമഡേറ്റ് ചെയ്യണം, ഒരുപാട് ഘടകങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം. അത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത്രയും എണ്ണം കൂടും, ഇനിയും കൂടാം. 70-75 ആയാലും അത്ഭുതമൊന്നുമില്ല, അത് കുഴപ്പമില്ല. ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തണം ജനറൽ സെക്രട്ടറിമാർ, ഓരോ പഞ്ചായത്തിലും വേണമെങ്കിൽ ഇരുന്ന് നടത്താൻ പറ്റിയ ആളായി. അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരു 75 എന്നൊക്കെ 59 എന്നൊക്കെ പറയുമ്പോൾ ഒരു ജില്ലയിൽ 14 അല്ലേ, 4-5 പേരെ വെച്ച് ഒരു ജില്ലയെ കിട്ടും. അപ്പോൾ വലിയ തോതിൽ നമുക്ക് പത്രസമ്മേളനം നടത്താനും ഉദ്ഘാടകനായി പോകാനും ഒക്കെ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം കൂടുന്നത് നല്ലതാണ്. അത് കളിയാക്കി പറയുന്നതല്ല, നല്ലതാണ്. പക്ഷേ എന്തായാലും ഒരു കാര്യമുണ്ട്, ഷമാ മുഹമ്മദിനെ കളഞ്ഞത്, ഉപേക്ഷിച്ചത്, അവർക്ക് അർഹമായത് കൊടുക്കാത്തത് മോശമായിപ്പോയി. അവർക്ക് സ്പോൺസർ ഇല്ലാത്തതാണോ അതോ കഴിവ് കുറഞ്ഞു പോയതാണോ?